ദൈവദാസനാണ്. വളരെ സന്തോഷം അദ്ദേഹത്തെ കാണാൻ ഇടയായതില്. പ്രിയ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. ചാമച്ചാൻ എനിക്ക് ഇഷ്ടം പോലെ സമയം തന്നു. ഇന്ന് രാവിലെ 4:30 ആയപ്പോ എന്റെ ഡേ തുടങ്ങിയതാണ്. നാളെ രാവിലെ 5 മണിക്ക് ഇനി എനിക്ക് എഴുന്നേറ്റ് ന്യൂജേഴ്സി പോകണം. അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു സമയം എടുക്കത്തില്ല. അല്പസമയം ദൈവദിനത്തിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. നമുക്ക് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് തിരിയാം. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതിന്റെ നിര്യാണ കാലത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ ഞാൻ ഉത്സാഹിക്കുന്നു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. പത്രോസ് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തില് വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളായിരുന്നു. എന്നാൽ ലേഖനം എഴുതിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വളരെ ആഴമായ സത്യങ്ങൾ എഴുതാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവഭൃത്യനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. എന്താണ് പത്രോസ് അങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾ മഹത്വം കണ്ടിട്ടുള്ള സാക്ഷികൾ. ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഇന്ന് ഈ ചർച്ചിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഞാൻ ആ കാര്യം പങ്കുവെച്ചു. മർക്കോസ് 9, ലൂക്കോസ് 9 ഉണ്ട്. മറുരൂപ മലയിലെ അനുഭവമാണ് അത്. തീർച്ചയായിട്ടും പത്രോസ് ആ ഓർമ്മയുണ്ട്. എന്നാൽ ആ ഒരു ഒറ്റ സംഭവം മാത്രമാണോ പത്രോസ് ഈ പ്രസ്താവനയിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ശാന്തമായി അല്പസമയം ധ്യാനിക്കാനും ചിന്തിക്കാനും പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പത്രോസ് ലേഖനം എഴുതിയ ഒരു പ്രത്യേക ഗ്രൂപ്പിനാണ്, ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്കാണ്, വിശ്വാസത്തിന് വേണ്ടി ഡിസ്പേഴ്സ്ഡ് ആയ ഡയസ്പോറ ആയ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുന്നവര്. അത് ചിതറി പാർത്തവര്. അതുകൊണ്ട് തന്നെ എബ്രായ ലേഖനത്തിന് സമാനമായ കുറെ സവിശേഷതകൾ ഈ ലേഖനത്തിലുമുണ്ട്. അവര് ബേസിക്കലി ഡിസ്കറേജ്ഡ് ആയ ഒരു ഗ്രൂപ്പായിരുന്നു, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയൊരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് പത്രോസ് എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ ചില കീ വേർഡ്സ് ഈ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്. ഒന്ന്, ഓർക്കുക എന്ന് പറയുന്നുണ്ട്, മറക്കരുത് എന്ന് പറയുന്നുണ്ട്, ഹൃദയത്തിൽ കരുതിക്കൊള്ളുക എന്ന് പറയുന്നു. വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഓർക്കുക, എപ്പോഴും ഓർക്കുക. 2 പറയുന്നു മറക്കരുത്. 3 പറയുന്നു ഹൃദയത്തിൽ കരുതി കൊള്ളുക. അപ്പൊ ഈ ദൈവജനം കടന്നു പോകുന്ന പെയിൻ എന്നൊരു വിഷയത്തെ പത്രോസ് അഡ്രസ് ചെയ്യുകയാണ്. അവര് കടന്നു പോകുന്ന സിറ്റുവേഷൻ എളുപ്പമൊന്നുമല്ല. പക്ഷെ അവരോട് പറയും ഓർക്കുക, മറക്കരുത്, ഹൃദയത്തിൽ കരുതിക്കൊള്ളുക. 2 തരം പെയിൻ ഉണ്ടെന്നാ പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ. ഒന്ന്, പെയിൻ ആസ് പെനൽറ്റി ഉണ്ട്. ചെയ്യുന്ന തെറ്റിന് ഉള്ള ഒരു പെയിൻ ഉണ്ട്, പെയിൻ ആസ് പെനൽറ്റി. എന്നാൽ വേറൊരു പെയിൻ ഉണ്ട്, അത് പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിനാണ്, അല്ലെ പലരും അനുഭവിക്കുന്ന പെയിനാണ്, പ്രൈസ് വർതി പെയിൻ എന്ന് പറയും. വേദന ഉണ്ടെങ്കിലും അതിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാനൊരു പാസ്റ്റർ എന്ന നിലയില് ധാരാളം ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. വളരെ പ്രാർത്ഥിക്കും, വളരെ ആരാധിക്കും, വളരെ ഉപവസിക്കും, എങ്കിലും കഠിനമായ ശോധനയിലൂടെയും വേദനകളിലൂടെയും പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാറാത്ത രോഗങ്ങളിലൂടെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ളവരെക്കാൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും
ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയും ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതിരിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ളവരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേദനകളെ നമ്മൾ വിളിക്കുന്നത് പ്രേസ് വർതി പെയിൻ എന്നാണ്. അപ്പൊ ഈ പത്രോസിന്റെ കാലത്തെ ഈ ദൈവജനം ഡിസ്പേഴ്സ്ഡ് ആയി അവർ ഡയസ്പോറയിൽ പോയെങ്കിലും പത്രോസ് അവരോട് പറയുക, ഇഫ് യു റിമെമ്പർ, ഓർക്കുകയും മറക്കാതിരിക്കുകയും ഹൃദയത്തെ കരുതിക്കൊള്ളുകയോ ചെയ്താൽ എന്ന് പറഞ്ഞാൽ പത്രോസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ വേദനകൾ പോലും പ്രേസ് വർത്തി വേദനകളായി മാറും എന്നാണ് പത്രോസ് ഈ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ രണ്ട് കാര്യങ്ങൾ പത്രോസിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുക. എന്താണ് പത്രോസിനെ വ്യത്യസ്തനാക്കിയ രണ്ട് സംഗതികൾ? ഞാൻ എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, ഓസ്ട്രേലിയക്കാർക്ക് അറിയാം, ഇവിടെ ന്യൂയോർക്കാർക്ക് പറയും, ഞാൻ ഇടയ്ക്ക് സാബുവോളജി എന്ന് പറയും. അപ്പൊ എന്റേതായ ശൈലിയിൽ ഞാൻ രണ്ട് വാക്കുകൾ പറയും. പത്രോസിനെ വ്യത്യസ്തനാക്കിയ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഞാൻ വിളിക്കുന്നു ഏറ്റുപറച്ചിൽ, കൺഫഷൻ. രണ്ടാമത് പറയുന്നത് ഏറ്റുമുട്ടൽ അഥവാ കൺഫ്രണ്ടേഷൻ. പത്രോസിന്റെ ജീവിതത്തിൽ ഭയങ്കര രൂപാന്തരം വരുത്തിയ രണ്ട് കാര്യങ്ങൾ. ഹി വാസ് എ മാൻ ഓഫ് കൺഫഷൻ. അവൻ ഏറ്റു പറയുന്ന ഒരു മനുഷ്യനായ പവറിനെ പറ്റി ഞാൻ പിറകെ പറയാം. രണ്ട്, ഹി വാസ് എ മാൻ ഓഫ് കൺഫ്രണ്ടേഷൻ. ജീവിതത്തിൽ കുറെ കൺഫ്രണ്ടേഷൻസ് അവനുണ്ടായി, വ്യക്തികളോട്, ജീവിത സാഹചര്യങ്ങളോട്, ഏറ്റവും പ്രധാനമായി യേശു കർത്താവിനോട്, ദൈവ മഹത്വത്തോട്, ദൈവ തേജസ്സിനോട് ഒക്കെ കൺഫ്രണ്ടേഷൻ ഉണ്ടായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് നമ്മൾ പുറകെ ചിന്തിക്കുമെങ്കിലും ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് ഒരു കാലത്ത് മരിക്കാൻ പേടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ ജീവന്റെ നാഥനും കർത്താവുമായ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒറ്റ കാരണം, മരിക്കാൻ പേടി ഉണ്ടായിരുന്നോണ്ട്. അതേ മനുഷ്യനാണ് ഇപ്പൊ എഴുതിയേക്കുന്നത്, എന്റെ നിര്യാണ കാലം അടുത്തു, ഞാൻ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പറയുന്നത് നിങ്ങൾ മറക്കരുത്. അപ്പൊ ഇത്രയും തന്റെ ഇടത്തോടെ മരണത്തെ മുന്നിൽ കണ്ട് മരണത്തെ പറ്റി സംസാരിക്കാനൊക്കെ പത്രോസിനെ എന്താണ് അവനിൽ രൂപാന്തരം വരുത്തിയത്? വീണ്ടും ഞാൻ പറയുന്ന രണ്ട് വാക്കുകൾ, അവന് ചില സത്യങ്ങൾ അവന്റെ വായാലെ വിളിച്ചു പറഞ്ഞു. കൺഫഷൻ. രണ്ട്, he had confrontation with the glory of God. ദൈവ മഹത്വവുമായി അവനൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടായി. നമുക്കറിയാം, മീൻ കച്ചവടക്കാരായിരുന്നു. ഞാന് തന്റെ സഹോദരൻ, സ്നേഹിതന് പത്രോസിനെ വിളിച്ചുകൊണ്ട് വരുന്നത് സിറ്റുവേഷൻസ് ഒക്കെ അറിയാം. അപ്പൊ ഈ പത്രോസിന്റെ ജീവിതത്തില് രണ്ട് വാക്കുകൾ വീണ്ടും ഞാൻ പറയാം. പദവികളും കിട്ടിയിട്ടുണ്ട്, ഭയങ്കര പരാജയങ്ങളുമാണ്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളെ ചിലരെങ്കിലും ഇവിടുത്തെ ലൈവൊക്കെ കാണുന്നവരാണ്, അല്ലെ പിറകാലെ കാണും. ഇന്ന് പകല് ഞാൻ പറഞ്ഞു, ഈ ഊമനായ ഒരു കൊച്ചിനെയും കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോ 9 പേരെ ഉള്ളായിരുന്നു, ബാക്കി 3 പേരും അറൂപമലയിലായിരുന്നു. യേശു ഇറങ്ങി വന്നപ്പോ ഭയങ്കര ചർച്ച നടക്കുക. യേശു വെച്ച്, എന്നാ ചർച്ച? ഞങ്ങൾ ഇവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര എംബാരസിംഗ് ആണ്. ആ സ്റ്റോറി തുടങ്ങുന്നതും ആ സ്റ്റോറി തീരുന്നതും ശിഷ്യന്മാരുടെ പരാജയത്തെ പറ്റി പറഞ്ഞ അവർക്ക് കഴിഞ്ഞില്ല. നമുക്ക് ശിഷ്യന്മാരെ കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ ഞാനും പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഐസിയുലായിരുന്നു, ഇപ്പൊ പുറത്തു കൊണ്ടുവന്ന ഒരു അങ്കിളിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വിടുതലൊന്നും കിട്ടാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങൾക്കും വ്യത്യാസം വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ നിന്ന്, IPC ഹെബ്രോനിലുള്ള അല്ല, ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്ന ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഒരു കുഞ്ഞെന്റെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. ഭയങ്കര പ്രശ്നം. എന്നോട് പറഞ്ഞു, പാസ്റ്റർ സ്റ്റേറ്റ് ഇപ്പൊ ഇവിടെ ഉണ്ട്, എന്റെ ബിസിനസ് അവര് പൂട്ടും, പാസ്റ്റർ ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, ജീവിതം മുഴുവനും തകരും. ലിറ്ററലി അങ്ങനെ തന്നെയാ. ഞാൻ ഒരു വഴിയിലായിരുന്നു, നിർത്തി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ദൈവം ഒരു മിറക്കിൾ ചെയ്തു. 20 മിനിറ്റ് കൊണ്ട് എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടു അത് മുഴുവനും കർത്താവ് മാറ്റി. കർത്താവ് ഒരു വലിയൊരു മിറക്കിള് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു. അങ്ങനെ ദൈവം ചെയ്യും, അങ്ങനെ ഇന്നും ദൈവം ചെയ്യും. പക്ഷെ എന്നാൽ എല്ലാത്തിനും അതുപോലെ ഒരു ബ്രേക്ക് ത്രൂ ഒന്നും എപ്പോഴും വരണമെന്ന് നിർബന്ധമില്ല. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാ, പക്ഷെ അവർക്ക് പറ്റിയില്ല.
അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ കഴിയൂ എന്ന് പറയുന്നതിനേക്കാൾ കർത്താവിന് ഇഷ്ടം എനിക്ക് പലതും കഴിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് ഈ കൃപ വ്യാപരിക്കുന്നത്. അപ്പൊ പത്രോസിന് രൂപാന്തരം വരുത്തിയ ഒരു അതുകൊണ്ട് ആരും പരാജയത്തിലേക്ക് പോണമെന്നല്ല, നമ്മളാരും ജീവിതത്തിൽ പെർഫെക്റ്റ് അല്ല. പത്രോസിനെ പലപ്പോഴും രൂപാന്തരം വരുത്തി ഇന്നുള്ള ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണെന്നൊക്കെ തന്റെ ഇടത്തോടെ പറയാൻ ജീവിതത്തിന്റെ പിൽക്കാലത്ത് അവനെ പ്രേരിപ്പിച്ച ഒരു സംഗതി, ഒരു കാലത്ത് ജീവിതത്തിൽ വന്ന പിഴവുകളും പരാജയങ്ങളും പല സാഹചര്യങ്ങളിലൂടെ. പക്ഷെ ഇതിനകത്ത് എല്ലാം ഒരു എൻഡ് റിസൾട്ട്, നമ്മളെ ഇതെല്ലാം കർത്താവിലേക്ക് അടുപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന് പ്രയോജനം ഉണ്ടാകും. ഈ പത്രോസിന്റെ ചില പദവികൾ പറയട്ടെ. ഞാനിപ്പം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പദവി, യായിറോസിന് മകളെ ഉയർപ്പിച്ചപ്പോ പത്രോസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടു. മരിച്ച ഒരാൾ എഴുന്നേൽക്കുന്നു, പത്രോസ് കണ്ടു. മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എത്ര വായിച്ചാലും എനിക്ക് കൊതി തീരാത്ത ഒരു കാര്യമാണ്. നമുക്കൊക്കെ ചില സ്പിരിച്വൽ ഫാന്റസി ഇല്ലേ? അപ്പൊ എനിക്ക് സ്പിരിച്വൽ ഫാന്റസി ചിലപ്പോൾ, നമ്മുടെ ചില ഫാന്റസി, ചിലരുടെയൊക്കെ ഫാന്റസി, നമുക്കൊക്കെ പല ഫാന്റസീസ്, അവിടെ പോണ ഇന്ന കാര്യം. സത്യം പറഞ്ഞാൽ സാമച്ചാൻ പറയുന്ന പോലെ പോയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, എടാ ഇത് ഇത്രയേ ഉള്ളല്ലോ. അന്നേരം പിന്നെ നമ്മുടെ ഫാന്റസി അടുത്ത ഒരു സ്ഥലമാണ്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, എനിക്ക് ചില സ്പിരിച്വൽ ഫാന്റസി ഉണ്ട്. അതിലൊരു സ്പിരിച്വൽ ഫാന്റസിയാണ്. കാര്യം ലൂക്കോസ് പറയുന്നവർ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി, ശിഷ്യന്മാരെ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അവർ പ്രാർത്ഥിക്കയിൽ കർത്താവിന്റെ രൂപം മാറി തേജസ് അവരെ എൻവലപ്പ് ചെയ്യും. എന്റെ ഫാന്റസി, കർത്താവ് ഞങ്ങൾ ചർച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനത്തെ ഒരു തേജസ് അങ്ങ് ഇറങ്ങി വന്നായിരുന്നു. അതെന്തോ ഒരു വലിയ അനുഭവമായിരിക്കും അല്ലേ? അപ്പൊ അത് കണ്ട മനുഷ്യനാണ്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു ജൂഷ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇവൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ 1-2 മനുഷ്യർ ഏലിയാവും മോശം. അപ്പൊ അവർ രണ്ടുപേരും അവിടെയുണ്ട്. അവർ പറഞ്ഞു, മോശ ഏലിയാവ് ഉള്ളതുകൊണ്ട് ഇനി ഇപ്പൊ ഒരിടത്തും പോകണം, നമുക്ക് 2 കെട്ടിടം വെച്ചുകൊണ്ടിരിക്കാം. ഉടനെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോശയുടെ ഏലിയാവിന്റെ സ്ഥാനത്ത് കൊണ്ട് നിർത്താൻ പറ്റുന്നവനല്ല ദൈവപുത്രനായ ക്രിസ്തു. അവരുടെ കാര്യം ഒന്ന് വിട്ടേരെ, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാ, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീനെന്നാണ്. അപ്പം ഈ തേജസ്സും കണ്ട് ശബ്ദവും കേട്ടവനാ പത്രോസ്. അത് പത്രോസിന്റെ പദവിയായി. വേറൊന്ന്, പത്രോസിന് യേശുവിന്റെ പ്രാർത്ഥന നേരിട്ട് കിട്ടിയ ആളാണ്. നമ്മൾ ഇന്ന് പറയുകയാണ്, യേശു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട് സ്വർഗത്തിൽ ഒക്കെ. നമ്മളെല്ലാരും പറയുക, സാമിച്ചാനുണ്ട്, മെഴ്സ്വാമിക്കുണ്ട്, പ്രിസിലയ്ക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് പക്ഷവാദം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഫെയ്ത്താണ്. എന്നാൽ യേശു കർത്താവ് നേരിട്ട് വന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടടാ എന്ന് ചെവി പറഞ്ഞു ഒറ്റ മനുഷ്യനേ ഉള്ളൂ, അത് പത്രോസാണ്. നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സൗ പാസ്റ്റർ പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. അല്ലെങ്കിൽ സാമിച്ചാൻ പറയാം, ഞാൻ പാസ്റ്റർക്ക് വേണ്ടി സന്തോഷം, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ പറയും. യേശു കർത്താവ് മുഖത്ത് നോക്കി, എടാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിശാച് നിന്നെ കയ്യിലെടുത്തേച്ച് ഒരു ഗോതമ്പിന്റെ വീറ്റിന്റെ ഇങ്ങനെ പാറ്റുന്നു, അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി കളിക്കാൻ നോക്കിയപ്പോ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നീ പിടിച്ചതെന്ന് എന്ന് മുഖത്ത് നോക്കി പത്രോസിനോടെ പറഞ്ഞു. അപ്പൊ യേശുവിന്റെ പ്രയർ നേരിട്ട് കിട്ടിയ ഒരു മനുഷ്യനാണ് പത്രോസ്. അതൊരു പദവിയാണ്. പക്ഷെ അവന് പരാജയ ജീവിതത്തിൽ വന്ന ഒരു മനുഷ്യൻ. ഞാൻ ഈ പറയുന്നതിന്റെ ആശയം, മഹിമ ആർക്കാ കാണാൻ പറ്റും? നമ്മുടെ പെർഫെക്റ്റ്നെസ്സും നമ്മുടെ ഗ്രേറ്റ്നെസ്സും ഒന്നും അല്ല എപ്പോഴും നമ്മളെ മഹത്വം കാണാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ കുറവുകളും പിഴവുകളും ഒക്കെ ഉള്ളവരായിരിക്കുമ്പോഴും പത്രോസ് ചെയ്തതുപോലെ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാമും അതിന് ക്വാളിഫൈഡ് ആകുമെന്ന് പറയാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ പദവി ഉണ്ടായിരുന്നെങ്കിലും എന്റെ ഭാഷ പറഞ്ഞ ലോകം കത്തിച്ച നെരിപ്പോട്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇന്നും നെരിപ്പോടുണ്ട്. ചെറുപ്പത്തിൽ എന്റെ അമ്മച്ചിക്ക് നെരിപ്പോടുണ്ടായിരുന്നു. നെരിപ്പോട് എന്ന് പറയുന്ന സംഘം കണ്ടിട്ടില്ലേ? ചെറിയൊരു ചൂടും കിട്ടും, കൊതിനെ ഓടിക്കും. നെരിപ്പോട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ ലോകം കത്തിച്ച നെരിപ്പോടിനടുത്ത് കുളിര് മാറ്റാനാവും പോയി. അവിടെയാണ് വലിയ പരാജയം സംഭവിച്ചത്.
ലോകം കത്തിച്ചൊരു നെരിപ്പോട് അതിനകത്ത് കുളിര് മാറ്റാൻ അവൻ പോയി. അതുകൊണ്ട് അവൻ തള്ളിപ്പറയുന്ന പെയിൻ ഓഫ് ഡിനായി, സത്യം പറഞ്ഞ ലീഡർഷിപ്പിൽ നിന്നിട്ട് ഏറ്റവും മുന്നിൽ നിന്നിട്ട് യേശുവിനെ തള്ളിപ്പറയാനും അവന് മുന്നിൽ നിൽക്കേണ്ടി വന്നു. ജീവകാലത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പെയിനായി, പരാജയം. എന്നാൽ വീണ്ടും ഒരു പദവി പറയാം. ട്യൂമ്പിൽ ഏറ്റവും മുന്നിൽ ഓടിച്ചെന്ന ശിഷ്യനിൽ ഒരുത്തനാവന്, കല്ലറയ്ക്കൽ ഏറ്റവും മുമ്പിൽ ഓടിച്ചെന്ന് വാർത്തയാ. പേഴ്സണലി മിനിസ്ട്രിക്ക് കോൾ കിട്ടിയ ഒരു മനുഷ്യനാണ്. ബാക്കി ആൾക്കാരെ യേശുവിനെ കണ്ടച്ച അനുഗമിക്കുക. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി കർത്താവ് മിനിസ്ട്രിക്ക് അപ്പോയിന്റ് ചെയ്തു. നീ പറയ പത്രോസെ, നിന്റെ മേൽ, ഈ വിശ്വാസത്തിന് മേൽ ഞാൻ എൻ്റെ സഭയെ പണി എന്നൊക്കെ നേരിട്ട് അറ്റസ്റ്റേഷൻ കിട്ടിയ ഒരു മനുഷ്യൻ പത്രോസെ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. ഇനി ഇത് ന്യൂക്ലിയസ് ഓഫ് ദ ചർച്ച്. ചർച്ച് തുടങ്ങും, ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് തുടങ്ങുക. അന്നേരം ദൈവം തമ്പുരാൻ പിടിച്ച് മുന്നിൽ നിർത്താൻ ദൈവത്തിന് ഹിതമായ മനുഷ്യൻ അപ്പോസ്തലനായ പത്രോസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയരെ, എനിക്കിങ്ങനെ ഐ ക്യാൻ ഗോ ഓൺ ആൻഡ് ഗോ ഓൺ. അപ്പൊ പദവികളും പരാജയങ്ങളും ഒരുപോലെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. ഞാൻ പറയുന്നു, അവന്റെ ഗ്രേറ്റ്നെസ്സും പെർഫെക്റ്റ്നെസ്സും ഉണ്ടായിരുന്നിട്ടല്ല, പക്ഷെ ജീവിതാന്ത്യത്തിൽ അവൻ തിരിച്ചു നോക്കിയിട്ട് പറയുകയാണ്, വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ് ഇൻ മൈ ലൈഫ്. ഇങ്ങനെ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ രൂപാന്തരം വരാൻ കാരണം എന്നാ? അവൻ പറയുന്നത്, ഞാൻ ശരിക്കും അവന്റെ മഹത്വം കണ്ടതാണ്. രുചിച്ചറിയുന്നത് പോലെ ഞാൻ അവന്റെ മഹത്വം കണ്ടതാണ്. ഞാൻ മഹിമ കണ്ട സാക്ഷ്യം, വിറ്റ്നസ് ആണ് നേരിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പത്രോസിനെ വ്യത്യസ്തനായി ഒരു കാര്യം കൺഫഷനാണ്. ഞാൻ എപ്പോഴും ചർച്ച പറയും, ഇന്നലെ സാറ്റർഡേ ഞാൻ ചർച്ച പഠിപ്പിച്ച ഒരു വിഷയം മെഡിറ്റേഷണൽ പ്രയർ എന്നാണ്. നമ്മൾ സാധാരണ മെഡിറ്റേഷനും പ്രയർ, അതിപ്പോ അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് ഇതിലേക്ക് നയിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പ്രശ്നം നടന്നത്. നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് പ്രയർ എന്ന സാധാരണ പറയും, പ്രാർത്ഥനയും ധ്യാനം. പക്ഷെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഗതി, ദൈവവചനം നന്നായി പഠിച്ചിട്ട് ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പ്രാർത്ഥിക്കുക, ഭയങ്കര പവർഫുൾ പ്രയറാണ്. കാര്യം ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവം തന്ന വാഗ്ദത്തം നമ്മൾ പ്രാർത്ഥിക്കുക. വി റിപ്പീറ്റ് ദ വേർഡ് ഓഫ് പ്രോമിസ്. സോ പത്രോസിനെ ഭയങ്കര പവർഫുൾ ആക്കിയ ഒരു സംഗതി കൺഫഷൻ ആണ്. നമ്മൾ പലപ്പോഴും അനേക കാര്യങ്ങൾ പറയാറുള്ളൂ. നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ പറയും, നമ്മുടെ കുഴപ്പങ്ങൾ പറയും, നമ്മുടെ ഇല്ലായ്മ പറയും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുക, ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യുന്ന, ദൈവികമായ കാര്യങ്ങളിൽ വാഗൊണ്ട് ഏറ്റു പറയാൻ തയ്യാറായാൽ അതിനകത്ത് ഭയങ്കര പവർ ഉണ്ട്. ആമേൻ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ തിരുവചനം പറയും, നമ്മുടെ നാവിന്മേൽ മരണവും ജീവനും ഉണ്ട്. ആമേൻ. യേശു കർത്താവ് എപ്പോഴൊക്കെ കൺഫസ് ചെയ്തിട്ടുണ്ടോ, പത്രോസ്, യേശു അതിനെ ഭയങ്കര വിലപ്പെട്ടതായിട്ട് കാണുന്നത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ 3 ഏറ്റുപറച്ചിലുകൾ നടത്തിയവരാണ്. 3 ഏറ്റുപറച്ചിൽ, അത് നമ്മളിൽ ഭയങ്കര രൂപാന്തരം വരുത്തി. ഒന്നാമത്തെ ഏറ്റുപറച്ചിൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് തന്നെ ഒരു കൺഫഷൻ ഇല്ല. ആമേൻ. നമ്മൾ ദൈവമക്കളായത് ഒരു കൺഫഷൻ ഇല്ല. ഞാൻ പാസ്റ്റർ, ഞാൻ എന്റെ ശുശ്രൂഷയിൽ വരുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും ജനത്തോട് പറയും, വാ തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് പ്രസംഗിക്കുന്ന ഞങ്ങൾക്കൊരു ഓളം കിട്ടാനൊന്നും അല്ല. നാം വാ തുറന്ന് ദൈവസേനയിൽ പറയുന്നതിന് ഭയങ്കര പവറുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് തന്നെ വാ തുറന്ന് പറഞ്ഞപ്പോഴാ. എന്തുകൊണ്ടാ? ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോരാ, അത് വാ കൊണ്ട് പറയണമെന്ന് കർത്താവ് നിർബന്ധിക്കാൻ കാരണം എന്നാ? അതിനകത്തൊരു പവർ ഉള്ളത് കൊണ്ടാ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് തന്നെ ഒരു കൺഫഷൻ ഇല്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട്
വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. അത് അവരുടെ സാൽവേഷൻ എക്സ്പീരിയൻസ് ആണ്. രണ്ടാമത്തെ കൺഫെഷൻ നമ്മുടെ വർഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. വർഷിപ്പും ഹൃദയത്തിൽ തോന്നുന്ന ഒരു ഫീലിംഗ് അല്ല, വാ കൊണ്ട് ഏറ്റു പറയുന്ന ഒരു സംഗതിയാണ്. ഹൃദയത്തിലുള്ളത് വാ കൊണ്ട് ഏറ്റു പറയുന്ന ഒരു സംഗതിയാണ് ആരാധന. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങോട്ട് നോക്കണ്ട, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനങ്ങ് വായിച്ചോളാം. എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന ആദര ഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ആമേൻ. ആരാധന എന്നാ? അത് ഒരു ഏറ്റുപറച്ചില്ല. രക്ഷിക്കപ്പെട്ടവർ ആരാധിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് ഒരു ഏറ്റുപറച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആരാധിക്കുന്നതും ഒരു ഏറ്റുപറച്ചിലാണ്. എന്താണ്? ദൈവത്തിന്റെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എന്ന് വെച്ച് പറയാം, ഇടവിടാതെ അർപ്പിക്കണം. അത് കുറഞ്ഞു പോകരുത്. ആമേൻ. രാവിലെ പോയി കുറെ നേരം ആരാധിച്ചു. ഈ പൗലോസ് പറയുന്ന ഒരു ചിന്ത എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചു. പൗലോസ് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കും. എന്നെ കൊണ്ട് പറ്റുകയില്ല പ്രിയരെ. ആർക്ക് പറ്റും? എനിക്ക് തോന്നുന്നില്ല 24/7 പൗലോസ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാ മനോഭാവം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഒരു ആരാധനാ മനോഭാവം ഉണ്ട്. ഇവിടെയോട്ട് വന്നിരിക്കുമ്പോൾ കർത്താവേ സ്തോത്രം, ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവേ സ്തോത്രം, മീറ്റിംഗ് കഴിയുമ്പോൾ നല്ല മീറ്റിങ്ങിന് സ്തോത്രം, വണ്ടിയിലോട്ട് കയറുമ്പോൾ കർത്താവേ ഇതൊക്കെ തന്നതിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഒരു ഉടുപ്പെടുത്തിടുമ്പോൾ സ്തോത്രം പറയും. ഒന്നും കൊണ്ട് കുറെ നാൾ ജീവിച്ച ഒരു മനുഷ്യനായി. ഇന്ന് എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണേലും ഹൃദയത്തിൽ ഒരു നന്ദിയുള്ള സംഗതി. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു, അത് ഹൃദയത്തിൽ വെക്കുന്നതിനേക്കാൾ വാ കൊണ്ടേറ്റു പറയുമ്പോൾ അതിന് ഭയങ്കര ശക്തിയാണ്. ആദര ഫലം എന്ന സ്തോത്രയാഗം വാ കൊണ്ട് ഏറ്റ് പറയുക. ആമേൻ, ആമേൻ. ഈ ശലോമോനോടെ കർത്താവ് നിനക്ക് എന്തു വേണോന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ട് ദൈവം തമ്പുരാൻ. എപ്പോഴാണെന്ന് അറിയാവും? 1000 ഹോമയാഗം അവൻ ഒരുമിച്ച് അർപ്പിച്ചു കർത്താവിന്റെ സന്നിധി, ആലയത്തിന്റെ സമർപ്പണം. അന്ന് രാത്രി ദൈവം തമ്പുരാൻ അവനോട് വന്ന് ചോദിച്ചു, നിനക്ക് എന്തു വേണം? ഇതിനകത്തൊരു വെളിപ്പാടുണ്ട്. അവന്റെ ചെലവ് നോക്കാതെ, മടി നോക്കാതെ, പിശുക്ക് നോക്കാതെ അവൻ ദൈവസന്നിധിയിൽ കഴിച്ച ആരാധന ദൈവം തമ്പുരാൻ അത്രയും പ്രസാദം തോന്നി. അതുകൊണ്ട് ആ രാത്രി വന്ന് അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഇനി ഞാനൊരു പാസ്റ്റർ എന്ന നിലയിൽ പറയാം, ലജ്ജ കൂടാതെ മടി കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ട് അവരും അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. ദൈവസന്നിധിയിൽ വന്ന് ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വചനവും പറയുന്നു, കൺഫഷൻ ഇൻ വേർഷിപ്പ്, ആരാധനയിലുള്ള ഏറ്റുപറച്ചിൽ. ഇനി വേറൊരു കാര്യം പറയുന്നത്, ഒന്ന് നമ്മുടെ രക്ഷ ഒരു കൺഫഷൻ ആണ്, രണ്ട് നമ്മുടെ ആരാധന ഒരു, മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതും ഈ കൺഫസ് ചെയ്യുമ്പോഴാണ്. ആമേൻ. യുനോ, ഈ സൈക്കോളജിസ്റ്റ് പറയും, പേടിയുള്ളവൻ 10 പ്രാവശ്യം ഉറക്കെ സ്ക്രീം ചെയ്താൽ പേടി വന്നു. ഈ റോളർ കോസ്റ്ററിൽ കയറുമ്പോ ഈ ആൾക്കാർ സ്ക്രീം ചെയ്യുന്നത് പേടി പോകാനാണ്. ആമേൻ. അപ്പൊ സൈക്കോളജിസ്റ്റ് പറയും, പേടിയുള്ളവരോട് പറയും, ഐ ഹാവ് നോ ഫിയർ, ഐ ഹാവ് നോ ഫിയർ, എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയില്ലെന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പേടി മാറുമെന്നാ പറയും. അത്രയും പവർ ഉണ്ടെന്നാ പറയും. എനിക്ക് പേടിയില്ല, ഐ എം നോട്ട് അഫ്രൈഡ് എന്ന് 10 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്, അറിയാത്തൊരു ധൈര്യം വരും. പക്ഷെ അത് വെറും മനുഷ്യന്റെ വാക്കാണ്. വചനം എന്നാ പറയുന്നത്? എബ്രായ ലേഖനം 13:6 നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആകയാൽ കർത്താവ് എനിക്ക് ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആമേ. ഏറ്റുപറച്ചിൽ പവർ കണ്ടോ? കർത്താവ് എനിക്ക് തോന്നാ, ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു ഏറ്റുപറച്ചിലാണ്. നമ്മുടെ ആരാധനാ ജീവിതം ഒരു ഏറ്റുപറച്ചില. അനുദിനം ഭയം കൂടാതെ ജീവിക്കാൻ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നതും ദൈവത്തിന്റെ വചനം നമ്മൾ ഏറ്റുപറയും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇലക്ഷൻ ഇപ്പൊ നാട്ടിലെ നടന്നല്ലോ. സാമച്ചാനൊക്കെ നാട്ടിലെ ഇതൊക്കെ വളരെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്.
ഞാൻ ഇന്ന് എക്സിറ്റ് പോളൊക്കെ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഓർത്തട പിന്നെ ഈ പുള്ളി വരുമോ എന്നൊരു ചിന്തയിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുക. എന്തു ആകട്ടെ, നാട്ടിലിപ്പോ എല്ലാവരും എക്സിറ്റ് പോളും ഒക്കെ പറയാം. പണ്ട് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ പറഞ്ഞു, ഇന്ത്യ വൈഡ് ഒരു പ്രയർ നടത്തി, എക്സിറ്റ് പോളിലെല്ലാം തമ്പുരാൻ തട്ടിത്തെറിപ്പിച്ചൊക്കെ ആയതൊക്കെ നമുക്കറിയാം. ഞാൻ അവിടേക്കൊന്നും ഇപ്പൊ പൊളിറ്റിക്സ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരാള് ജയിച്ചാലും അവൻ മന്ത്രിയാകുന്ന എപ്പോഴാണ്? ഇപ്പൊ ഞാൻ പറയാണ്, സപ്പോസ് രാഹുൽ ഗാന്ധി അങ്ങ് വയനാട്ടിൽ ജയിച്ചു. ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്ത ഒരു സ്ഥലമല്ലേ, വയനാട്ടിൽ ജയിച്ചു. ജയിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധി എം പി ആകത്തില്ല. രാഹുൽ ഗാന്ധി എം പി ആകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഡൽഹിയിൽ പോയി അദ്ദേഹത്തിന് സത്യവാചക ഏറ്റുകൊണ്ട് പറഞ്ഞ് അത് അദ്ദേഹവും കൺഫേസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എം പി ആകുന്നത്. മനസ്സിലായോ? അല്ലാതെ ജയിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ഒരാൾ എം പി ആകത്തില്ല. നമുക്ക് ഈ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് രക്ഷയുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള അനുഗ്രഹമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. അത് ചിന്തിക്കുന്നത് കൊണ്ടല്ല കിട്ടുന്നത്, ഒരു ദൈവ പൈതൽ ഏറ്റു പറയുന്നത് കൊണ്ടാണ്. പത്രോസിനെ പത്രോസാക്കിയ ഒരു പവർഫുൾ സംഗതി എന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റുപറച്ചിലുകളാണ്. ഏറ്റുപറച്ചിലിന്റെ പവറാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 68-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്ന ഒരു ഏറ്റുപറച്ചിലുണ്ട്. ആമേൻ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അതൊരു ഭയങ്കര ഏറ്റുപറച്ചിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐ വാണ്ടഡ് ടു ബി റിയലിസ്റ്റിക്. പത്രോസ് പല സഭക്കാരും പോപ്പാണെന്ന് പറയുന്നതുകൊണ്ട് പത്രോസ് ഏറ്റവും വലിയ പുള്ളിയാണെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറായില്ല. പത്രോസിന് പദവി കിട്ടിയ മനുഷ്യനാ. പത്രോസിന് പരാജയങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യനാ. പത്രോസിന് പദവി ഉണ്ടായിരുന്നു, പരാജയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അവനിൽ വ്യത്യാസം വരുത്തിയ, രൂപാന്തരം വരുത്തിയ ചില സംഗതികൾ, അവൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അവൻ പറഞ്ഞു. അവന്റെ നാവിലൂടെ അത് ഏറ്റു പറഞ്ഞത്. കൺഫഷൻ വാസ് വെരി പവർഫുൾ. അവൻ പറഞ്ഞ ഒരു കൺഫഷൻ ഇതാണ്, കർത്താവേ എല്ലാരും പൊക്കോളാൻ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഞങ്ങൾ മീൻ പിടിക്കുന്നതിനേക്കാൾ, കാശുണ്ടാക്കുന്നതിനേക്കാൾ, ഞങ്ങൾ അതുവഴി നടക്കുന്നതിനേക്കാൾ, അത് വറുത്ത് തിന്നുന്നതിനേക്കാൾ, ഞങ്ങൾ കമ്പനി കൂടുന്നതിനേക്കാൾ, എന്റെ പൊന്നു കർത്താവേ, നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. നിന്റെ കൂടെ ഇരിക്കുമ്പം ഒരു കാര്യം ഞങ്ങൾക്കറിയാം, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഏറ്റുപറച്ചിലായിരുന്നു. മത്തായി 16:18 നമുക്കറിയാം, ക്രിസ്ത്യൻ ചർച്ചിന്റെ ഏറ്റവും വലിയ, എന്താ അതിനെ പറയേണ്ടത്, മാനിഫെസ്റ്റോ എന്താ പറയേണ്ടത്, ക്രിസ്ത്യൻ തിയോളജിയുടെ നട്ടല്ലല്ലേ പത്രോസ് വിളിച്ചു പറഞ്ഞത്? ഞാൻ എന്റെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് കർത്താവ്. സി, ക്രിസ്ത്യൻ തിയോളജിയുടെ ഏറ്റവും കാതലല്ലേ. ഈ പരാജയങ്ങളും പിഴവുകളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ നാവിനെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചില്ലേ ഇത്ര ശക്തമായ ഒരു വചനം വിളിച്ചു പറയാൻ? ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർഡിനേഷൻ ഉള്ളവരൊന്നും അല്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും ഒക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും പ്രിയരെ. നമ്മളൊറ്റ പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, നമ്മൾ ശ്രേഷ്ഠരായിരിക്കത്തില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി എന്റെയും നിന്റെയും നാവ് ഉപയോഗിക്കാൻ തയ്യാറായാൽ എന്നെയും നിന്നെയും കൊണ്ട് ശ്രേഷ്ഠമായത് പറയിപ്പിക്കാനും ചെയ്യിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. സി വാട്ട് എ പവർഫുൾ കൺഫെഷൻ. യോഹന്നാൻ 21:15 മുതലുള്ള വാക്യങ്ങൾ അറിയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു കൺഫെഷനാണ്. അവന് ജീവിതത്തില് അവന് മനസ്സിലായ പരാജയം. കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒടുവിൽ ഹൃദയ തകർച്ചയോടെ അവൻ പറഞ്ഞു, കർത്താവേ നീ എല്ലാം അറിയുന്നു കർത്താവേ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ റെസ്റ്റോറേഷൻ പത്രോസിനുണ്ടായി. അപ്പൊ പത്രോസ് ഒരു സുപ്രഭാതത്തിൽ ഒരു പേന എടുത്ത് എഴുതിയതല്ല. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഹി വെന്റ് ത്രൂ എ പ്രോസസ്. അതിൽ പെയിൻ ഉണ്ടായിരുന്നു, അതിൽ പരാജയം ഉണ്ടായിരുന്നു, അതിൽ വിജയം ഉണ്ടായിരുന്നു, അതിനകത്ത് കൺഫഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ പറയുകയാണ്, ഇത്രയും നാളും പിടിച്ചു നിന്നത് ഒറ്റ കാരണത്താല, ഞങ്ങൾ ശരിക്കും അവന്റെ തേജസ് കണ്ടവരാ. വി ഹാവ് ബിഹെൽഡ് ഹിസ് ഗ്ലോറി. 2, പത്രോസിന്റെ കൺഫ്രണ്ടേഷൻ. ഞാൻ ഏറ്റുപറച്ചിലിനെ പറ്റി പറഞ്ഞു, ഇനി ഏറ്റുമുട്ടലിനെ പറ്റി പറയാം. പത്രോസിന് ചില കൺഫ്രണ്ടേഷൻസ് ഉണ്ടായി, എൻകൗണ്ടർ.
ഒന്നാമത് അവനുണ്ടായ എൻകൗണ്ടർ, ഹി എൻകൗണ്ടേർഡ് ഗ്രേസ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ആ എൻകൗണ്ടർ ഉണ്ടായി. നമ്മൾ കൃപ കണ്ടുമുട്ടിയവരാ. ആമേൻ. നമ്മൾ എന്താണ്? കൃപയെ കണ്ടുമുട്ടി. വി എൻകൗണ്ടേർഡ് ഗ്രേസ്. അവൻ പറയുകയാണ്, വരുവാനുള്ള കൃപയെ കുറിച്ച് പ്രവാചകന്മാർ അരുളി ചെയ്തു. ഞാൻ വായിച്ച വാക്യത്തിൽ അതുകൊണ്ട് വരുവാനുള്ള കൃപയെ കുറിച്ച് പാസ്റ്റിൽ പ്രവാചകന്മാർ അരുളി ചെയ്തു. വരുവാനുള്ള മഹത്വത്തെ പറ്റി അവർ അരുളി ചെയ്തു. പാസ്റ്റിനെ പറ്റി പറയുക. പത്രോസ് പറയുകയാണ്, എന്നെക്കാളൊക്കെ ശ്രേഷ്ഠരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവര് പുറകിൽ നിന്ന് മുന്നിലോട്ട് നോക്കി അവർ വിളിച്ചു പറഞ്ഞു വരുവാനുള്ള കൃപയെ കുറിച്ച്, വരുവാനുള്ള മഹത്വത്തെ കുറിച്ച്. എന്നിട്ട് പത്രോസ് ശക്തമായ ഒരു വെളിപ്പാട് പറയുക, അവർ സംസാരിച്ചത് തങ്ങൾക്കായിട്ടല്ല, അവർ സംസാരിച്ചത് നിങ്ങൾക്കായിട്ടത്രേ. ആര്? പഴയ കാലത്തിലെ പ്രവാചകന്മാർ വരുവാനുള്ള മഹത്വത്തെ പറ്റി കണ്ടു പറഞ്ഞത്, അവർ വരുവാനുള്ള കൃപയെ പറ്റി പറഞ്ഞത് തങ്ങൾക്കായിട്ടല്ല. അവർക്കറിയായിരുന്നു അവരുടെ ജീവകാലത്ത് അവർ കാണാൻ പോകുന്നില്ല. നിങ്ങൾക്കായിട്ടത്രേ. ഹല്ലേലൂയ. പത്രോസ് പറയുക, നിങ്ങൾക്കായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോ അബ്രഹാമിന് അറിയായിരുന്നു അവന് കിട്ടിയ എല്ലാ പ്രോമിസും അവന്റെ കാലത്ത് നിവർത്തിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അടുത്തുനിന്ന് എല്ലാം വിട്ട് ഇറങ്ങിപ്പോയ അവന് സാറയെ അടക്കാനുള്ള ഒരു തുണ്ട് ഭൂമിയല്ലാതെ വേദോസം പഠിച്ച വേറെ എന്നാ കിട്ടി? സാധിച്ച 1000 വാഗ്ദത്തങ്ങൾ അവന്. ഇങ്ങനെയാകും നിന്റെ സന്തതി, ഇങ്ങനെ ഇതാകും. പക്ഷെ അവന് സ്വന്തം എന്ന് പറയാൻ എന്ത് കിട്ടി? അധികം ഒന്നും കിട്ടിയില്ല. അവന് വരുവാനുള്ളതിനെ ദൂരെ കണ്ട ഒരാളാണ്. എബ്രായർ 11 8 മുതൽ 14 വരെ പഠിക്കുമ്പോ പൊസസ്ഡ് ഇൻ ഫെയ്ത്ത്, അവർ വിശ്വാസത്താൽ പൊസസ് ചെയ്യുക, അവർ വിശ്വാസത്താൽ കാണുകയാ. ഇസ്ഹാക്കാകട്ടെ യാക്കോബാകട്ടെ ഈ രാജ്യത്തെ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ വരുവാനുള്ള സെലസ്റ്റിയൽ സിറ്റി ആത്മാവിൽ കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാർ വരുവാനുള്ള കൃപയെ പറ്റി പറഞ്ഞു, വരുവാനുള്ള മഹത്വത്തെ പറ്റി പറഞ്ഞു. പക്ഷെ പത്രോസ് പറയുകയാണ്, വന്ന കൃപയെ ഞങ്ങൾ കണ്ടു. ആമേൻ. വന്ന മഹത്വത്തെ ഞങ്ങൾ കണ്ടു, വന്ന തേജസ്സിനെ ഞങ്ങൾ കണ്ടു. നമ്മുടെ പദവി എന്നാ പ്രിയരെ? പഴയ പ്രവാചകന്മാർ ദൂരത്തു നിന്ന് നോക്കിയത്, വിളിച്ചു പറഞ്ഞത് വരും വരും വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 ആഴ്ചയാ ഞാനിവിടെ കുഞ്ഞുങ്ങളോട് ഇംഗ്ലീഷ് സർവീസിൽ പോസ്റ്റ് റെസറക്ഷൻ സീരീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് വന്ന അപ്പോസ്തല പ്രവൃത്തി 2. ഇന്നായിരുന്നു അതിലെ ലാസ്റ്റ് സെഷൻ. ഈ 10 ആഴ്ച കൂടുതലൊക്കെ ഒരു വിഷയം പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധ പോകും. അതുകൊണ്ട് ഇന്ന് അത് തീർത്തത്. അപ്പൊ ഞാൻ പറയുകയാണ്, യോവേൽ പറഞ്ഞു വരുന്നു, പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞു വരുന്നു, യെശയ്യാവ് പറഞ്ഞു വരുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു വരുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ വെള്ളം കൊണ്ട് മാത്രമല്ല അവൻ തീയാലും സ്നാനം കഴിപ്പിക്കും, അങ്ങനെ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നു. ഇവരിത് കേട്ട് 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 റെഡിയായിട്ടിരിക്കുക. അങ്ങനെ കേട്ട് റെഡിയായിരുന്ന മനുഷ്യൻ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ മധ്യത്തിലേക്ക് ആത്മാവിന്റെ ശക്തി വന്നു. വിളർന്ന നാവ് പോലെ എല്ലാവരെയും തൊട്ടു, ഒറ്റ ഒരുത്തരും ഒഴിവാക്കിയില്ല, സകലരുടെ മേലും വന്നു. സുവാടാമൈസേ, പത്രോസ് പറയുകയാണ്, അവര് ദൂരമേ നോക്കി കണ്ടത് ഞങ്ങൾ തൊട്ടറിഞ്ഞു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ഈ മഹത്വത്തെ ശരിക്കും രുചിച്ച് അറിഞ്ഞവരാണ്. പ്രൈസ് ഗോഡ്. എന്നുവെച്ചാൽ അടുത്ത ഒരു കാര്യം പറയാം, നമുക്കൊരു കൊതി ഉണ്ടാകാൻ പറയാം. അടുത്ത ഒരു കാര്യം പ്രവാചകന്മാരെ പറഞ്ഞിട്ട് പത്രോസ് പറയുന്നത് എന്നാണെന്നറിയോ? ദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നതാണ്. ദൂതന്മാരും, സത്യം പറഞ്ഞ ദൂതന്മാരുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ഒരു സങ്കടമുണ്ട്. ഇവര് ഭയങ്കര പവർഫുള്ളാ, സിൻലെസ് ബീയിങ്സാ. എന്നാലും നമുക്ക് കിട്ടിയ പദവി പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അവര് പലതും ഈ ദൂരെ നിന്ന് നോക്കിയിട്ട്, ദൂതന്മാരും കുനിഞ്ഞു നോക്കും. ഈ പത്രോസ് എന്തോ ഒരു കോൺഫിഡൻസിലാ പറയുന്നത്. പ്രവാചകന്മാര് ദൂരത്ത് നിന്ന് നോക്കി, ദൂതന്മാരെ കുനിഞ്ഞു നോക്കും. ഇയ്യോബിന്റെ പുസ്തകമാ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുള്ളതെന്നല്ല പറയുന്നത്. അപ്പൊ ഇയ്യോബ് പറയാണ്, സൃഷ്ടിയുടെ ആരംഭത്തിൽ 38:7
ദൂതന്മാര് നോക്കിയിരുന്നു. ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർത്തു. ക്രിയേഷനിൽ അവരുണ്ടായിരുന്നു. യെശയ്യാവ് 14:12 അരുണോദയ പുത്രനായ ശുക്ര പിശാച് വെട്ടേറ്റ് വീഴുമ്പോ അവര് കണ്ടതാണ്. ഉൽപ്പത്തി 18 അബ്രഹാമിന് കവനന്റ് കൊടുത്തപ്പോ അവരവിടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 16 അവര് ഹാഗാറിനെ സഹായിക്കാൻ അവരവിടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 28 10 തൊട്ട് 17 വരെ യാക്കോബ് കണ്ടു. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന യാക്കോബ് കണ്ടു. പുറപ്പാട് 14:9 ഇസ്രയേലിനെ ഡെലിവർ ചെയ്യുന്ന ഡെലിവറൻ മിനിസ്ട്രിയില് ഏഞ്ചൽസിന് ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 7:5 ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 1:11 തൊട്ട് 20 വരെ യേശു ക്രിസ്തുവിന്റെ ജനനം വിളിച്ചറിയിച്ചപ്പോൾ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:11 ഹല്ലേലൂയ അവിടെ പറയാ യേശുവിന്റെ ടെംപ്റ്റേഷൻ ഗെത്സമന അനുഭവത്തില് ആ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:9 തൊട്ട് 11 വരെ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വേദപുസ്തകത്തിലെ ബിബ്ലിക്കൽ ഹിസ്റ്ററിയിലെ എല്ലാ സിഗ്നിഫിക്കന്റ് ആയ സാഹചര്യങ്ങളിലും ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കുനിഞ്ഞു നോക്കാനുള്ള ഭാഗ്യമേ ഉള്ളൂ. അവർ ബർത്ത് അനൗൺസ് ചെയ്തു, പക്ഷെ ആ ബർത്ത് റിസീവ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ആമേൻ, ഹല്ലേലൂയ. അവര് യേശു സ്വർഗാരോഹണം ചെയ്യുന്ന കണ്ടു, പക്ഷെ നമുക്ക് ആ ഭാഗ്യം കിട്ടുന്നത്, ഹല്ലേലൂയ, അവന്റെ കൂടെ വാഴാൻ നമുക്ക് ഭാഗ്യം കിട്ടുക. അപ്പൊ പത്രോസ് പറഞ്ഞത് പ്രവാചകന്മാർ ദൂരെ നിന്ന് നോക്കിയത്, ഭക്തന്മാർ കുനിഞ്ഞു നോക്കിയത്, പക്ഷെ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പത്രോസ് ചാടിക്കേറി പറഞ്ഞ കാര്യമല്ല. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ജീവിതത്തിൽ അനുഭവിച്ചിട്ട് തന്നെയാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ യഥാർത്ഥത്തിൽ മഹിമ കണ്ട സാക്ഷികൾ. അപ്പൊ ഈ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുമ്പോൾ ഈ മഹിമ കണ്ടപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? 2 കാര്യങ്ങൾ സംഭവിച്ചു. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സമയം എനിക്ക് മുന്നിലുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ മഹിമ കണ്ടപ്പോൾ 2 കാര്യങ്ങൾ. 1 മഹത്വം ഉണ്ടായി, 2 ദൈവ ശബ്ദം ഉണ്ടായി. അപ്പൊ ഈ മഹിമ കാണുക എന്ന് പറയുന്നത് നമ്മളൊരു ലൈറ്റ് കാണുക, അല്ലെ ഭയങ്കര ഒരു ആരാധനയുടെ ഭാഗമാകുക, നല്ല മഹത്വമായിരുന്നു, നല്ല ഗ്ലോറി ആയിരുന്നു. നോ 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 നോ. മഹിമ കണ്ടു എന്ന് പറഞ്ഞെടുത്ത് പത്രോസിന്റെ അനുഭവത്തിൽ 2 കാര്യങ്ങളുണ്ട്. 1 റിയൽ ഗ്ലോറി ഉണ്ടായി, 2 ദൈവ ശബ്ദം ഉണ്ടായി. ഇന്നത്തെ കാലത്ത് ഒരു ബാലൻസ്ഡ് തിയോളജി ഉണ്ടാകാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭയങ്കര ഒരു വൈബ്രന്റ് വർഷിപ്പോ, നല്ല ശബ്ദത്തിലുള്ള മ്യൂസിക്കോ എല്ലാം നല്ലതാ, എനിക്കിഷ്ടമാ, അത് വേണം. അതുണ്ടാകുന്നത് കൊണ്ടാണ് മഹത്വം എന്ന് ആരും പറയരുത്. ദൈവത്തിന്റെ മഹത്വം എപ്പോഴും ദൈവ ശബ്ദവുമായിട്ട് അസോസിയേറ്റഡാ. ആമേ, ദൈവത്തിന്റെ മഹത്വം ദൈവ ശബ്ദവുമായിട്ട് അസോസിയേറ്റഡാ. ദൈവവചനം വൃത്തിയായി പറയാത്തടത്ത് നടക്കുന്നത് ഒന്നിനെയും, പ്രൈസ് ഗോഡ്, ദൈവവചനം വൃത്തിയായി പറയാതെ നടത്തുന്ന ഒരു ഉണർവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ ഉണർവും, എല്ലാ മഹത്വവും, എല്ലാ തേജസ്സും ദൈവ ശബ്ദത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാ. ആമേൻ. പത്രോസ് മഹത്വം കണ്ടപ്പോൾ അവിടെ ഗ്ലോറിയസ് പ്രസൻസും ഉണ്ടായിരുന്നു, ഗ്ലോറിയസ് വോയിസും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. അവൻ ദൈവ ശബ്ദവും കേട്ടു, ദൈവ മഹത്വവും കണ്ടു. ആമേൻ. ഇന്നത്തെ പെന്തക്കോസ്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ പരാജയം, ആൾക്കാർക്ക് വചനമായിട്ട് വലിയ ബന്ധമില്ല. പീപ്പിൾ ആർ മോർ വറീഡ് അബൌട്ട് എക്സ്പീരിയൻസ് ബട്ട് നോട്ട് ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ എക്സ്പീരിയൻസ് കിട്ടിയില്ല, അടുത്തടുത്ത്, അവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരിടത്തും ഫ്രാൻറ്റിക് ആയിട്ട് നടക്കും. പക്ഷെ യഥാർത്ഥ ഗ്ലോറി ദൈവ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടു. ആ ശബ്ദം ആരിലേക്ക് ഡയറക്റ്റ് ചെയ്തു? പുത്രനായ ക്രിസ്തുവിലേക്ക് ഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ പത്രോസ് ആ അനുഭവം ഇവിടെ പറയുന്നത്, അതുകൊണ്ടായി പത്രോസ് തന്നെ പറഞ്ഞത്, ശരിക്കും നിനക്ക് വളരണോ, വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ നിനക്ക് ദാഹം ഉണ്ടാകണമെന്ന് പറയാൻ കാരണം അതാ. റിയൽ ഗ്രോത്ത് ദൈവവചനത്തിലൂടെ വരുന്നു. യഥാർത്ഥ ഗ്ലോറി ദൈവവചനത്തിലൂടെ കിട്ടുന്നതാ. യഥാർത്ഥ മഹിമ ദൈവ ശബ്ദത്തിലൂടെ കിട്ടുന്നതാ. പ്രൈസ് ഗോഡ്.
അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം ഒരു ബഞ്ച് ഓഫ് എക്സ്പീരിയൻസ് മാത്രമല്ല. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം ദൈവ ശബ്ദത്തോടു കൂടിയ ദൈവമഹത്വമാണ്. എ ഗ്ലോറി ദാറ്റ് ഇസ് ഫൗണ്ടഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. എന്നുവെച്ച് പത്രോസ് പറയാ, ഒരു ഗ്ലിംസ് ആണേലും ഞങ്ങൾ പറൂസിയ കണ്ടെന്ന്. ഗ്രീക്ക് പദം പറൂസിയ എന്ന് പറയുന്ന കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഗ്രീക്ക് പദമാണ്. പക്ഷെ ഞങ്ങൾ മഹിമ കണ്ട സാക്ഷി എന്ന് പത്രോസ് പറഞ്ഞെടുത്ത് പറൂസിയ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ശരിക്കും ഗ്ലോറിയസ് കർത്താവിനെ ഞങ്ങൾ അവിടെ കണ്ടെന്നാണ്. ആമേൻ. അവര് കണ്ട യേശു, മൗത്തീകരിക്കപ്പെട്ട യേശു സ്വർഗാരോഹണം ചെയ്തു, മേഘത്തിൽ എടുക്കപ്പെട്ട് അങ്ങോട്ട് പോയി. പക്ഷേ അവന്റെ സ്വർഗാരോഹണത്തിന് എത്രയോ നാള് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അവന്റെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്വർഗാരോഹണത്തിന്റെ പറൂസിയയുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. സത്യം പറഞ്ഞാൽ ആ കണ്ണഞ്ചിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഇന്ന് ശുശ്രൂഷയിൽ പിടിച്ചു നിർത്തുന്നതെന്നാ പത്രോസ് പറഞ്ഞത്. ഈ ജീവിതത്തിൽ ഇതിലൂടെ എല്ലാം പോയിട്ട് ഇന്ന് ഞാൻ നിൽക്കാൻ കാരണം അവന്റെ ആ ഗ്ലോറി കണ്ടതുകൊണ്ടാണെന്നാണ് പത്രോസ് പറഞ്ഞത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ആർക്കെങ്കിലും ഉണ്ടായ അനുഭവമല്ല, നമുക്ക് തന്നെ കർത്താവിനോട് ഉണ്ടാകുന്ന ഒരു അനുഭവം. അതേ നമ്മളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തത്തുള്ളൂ. പ്രശ്നങ്ങൾ വന്നാലും വെല്ലുവിളി. ഞാൻ മിനിസ്ട്രിയില്ല 25 വർഷമായിട്ട് സഭാ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുന്ന ആളാ. എളുപ്പമായിട്ടൊന്നും അല്ല. ഇന്നും പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണ്, അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്, അവന്റെ കൃപ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്, ഈ മഹത്വകരമായ ആത്മാവകത്തുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജീവകാലത്ത് ഏറ്റവും ഒടുവില് അവന് മരണത്തെ പറ്റി പോലും തന്റെ ഇടവായിട്ട് പത്രോസിന് പറയാൻ കാരണം, ഭയമില്ലാതെ പറയാൻ കാരണം, അവൻ പറയാൻ കാരണം ഞാൻ മഹിമ കണ്ട സാക്ഷി ആണ് എന്നുള്ളതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം മുന്നോട്ട് ഉണ്ട് എനിക്ക്, എങ്കിലും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. അവൻ പത്രോസിനെ പോലെ പറയാം, നമ്മളാരും പെർഫെക്റ്റ് ഒന്നും അല്ലാത്തൊരു മനുഷ്യൻ ജീവിതത്തിൽ 2 കാര്യമാണ് അവനെ മാറ്റിമറിച്ചത്. ഒന്ന്, അവന്റെ വാവ് കൊണ്ട് അവൻ ഏറ്റു പറഞ്ഞു, അവന് കൺഫെഷൻ ഉണ്ടായി. 2, അവന് റിയൽ കൺഫ്രണ്ടേഷൻ ഉണ്ടായി. കർത്താവിന്റെ സ്നേഹത്തിന്റെ കൺഫ്രണ്ടേഷൻ ഉണ്ടായി, കർത്താവിന്റെ മഹത്വത്തിന്റെ കൺഫ്രണ്ടേഷൻ ഉണ്ടായി, കർത്താവിന്റെ ആത്മ സാന്നിധ്യത്തിന്റെ കൺഫ്രണ്ടേഷൻ ഉണ്ടായി, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ കൺഫ്രണ്ടേഷൻ ഉണ്ടായി. അതുകൊണ്ട് അവൻ ജീവിതാന്ത്യത്തിൽ പറയുകയാണ്, എന്റെ നിര്യാണ കാലം എടുത്തു, പഴയ പോലെ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ മഹിമ കണ്ട സാക്ഷിയാണ്. ജീവിതത്തിൽ കോൺഫിഡൻസോടെ ജീവിക്കാൻ, ധൈര്യത്തോടെ ജീവിക്കാൻ, കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യാൻ, മനസ്സിലാക്കാൻ ഒരനുഭവം നമുക്ക് വേണം. അത് അവന്റെ മഹിമ കണ്ടവരാണ് എന്ന് പറയാൻ കഴിയണം. അതിന് ദൈവം എല്ലാവരും കൃപ ചെയ്യട്ടെ. സാമിച്ചായനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം.